ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാ കൂട്ടർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പ് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് 100%. എന്താണ് ഈ ആപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കാൻ ശ്രമിച്ചാൽ അയാളുടെ ഫോട്ടോ സഹിതം നമുക്ക് ലഭിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ ഒരു പാറ്റേൺ ലോക്ക് അല്ലെങ്കിൽ ഒരു പാസ്വേഡ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതെന്തായാലും നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ, മറ്റൊരാൾക്ക് അറിയുകയുമില്ല. അപ്പോൾ ആ പാസ്വേഡ് എന്തായാലും അവർ തെറ്റായി അടിക്കുന്ന സമയത്ത് അവരുടെ ഫോട്ടോ നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കും. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും ബാക്ക് ക്യാമറയിലാണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തതിനനുസരിച്ച് അതെടുക്കും. അങ്ങനെ അയാളുടെ ഫോട്ടോ നമുക്ക് വളരെ ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. തീർച്ചയായും നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയൊക്കെ നിങ്ങളുടെ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ രണ്ടുണ്ട് ഗുണം. എന്തായാലും അതിന്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നല്ല, ഇതൊരു APK ലിങ്കാണ്. APK ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്ത ശേഷം വീണ്ടും ഒരു ഇൻസ്റ്റാൾ ചോദിക്കും, അവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. ഫ്രണ്ട്സ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാകുക. അവിടെ പെർമിഷനും കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സൈഡിലേക്ക് ഇതുപോലെ 5 പ്രാവശ്യം സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്ത് നിങ്ങൾ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ചെറിയ ബട്ടൺ ഉണ്ടാകും. ആ ബട്ടൺ ജസ്റ്റ് ടച്ച് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കുകയാണ്. വീണ്ടും പെർമിഷൻ കൊടുക്കുക. ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ നേരെ സെറ്റിംഗ്സിലേക്ക് പോകും. സെറ്റിംഗ്സിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് അവിടെ കാണിക്കും. അതൊന്നും ജസ്റ്റ് എനേബിൾ ചെയ്യുക. അപ്പോൾ താഴെ ആയിരിക്കും ഉണ്ടാവുക. വേറെ ഒരുപാട് ആപ്പുകൾ ഉണ്ടാകും. താഴെ കാണിക്കും. അത് ജസ്റ്റ് എനേബിൾ കൊടുക്കുക. ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി എനേബിൾ ചെയ്യണമെങ്കിൽ അതുകൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക് എനേബിൾ ആയിട്ടുണ്ട്. ഇതെല്ലാം പെർമിഷനൊക്കെ എനേബിൾ ആയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക. എല്ലാം എനേബിൾ ചെയ്യുന്നത് നിർബന്ധമാണ്. ഇനി ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ഈ കാണുന്ന ബട്ടൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് സെറ്റിംഗ്സിൽ ഒന്ന് കയറി നോക്കണം. സെറ്റിംഗ്സിൽ കയറി നോക്കിയതിന് ശേഷം ഈ ഫസ്റ്റ് കാണുന്ന ഭാഗം ജസ്റ്റ് നിങ്ങൾ എനേബിൾ ചെയ്യണം. അത് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കുന്നത്, നമുക്ക് പാറ്റേൺ ലോക്ക് ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു പാസ്വേഡ് ചോദിക്കും. ഈ പാസ്വേഡ് ആയിരിക്കണം അവർ തെറ്റായി അടിക്കേണ്ടത്. ഈ പാസ്വേഡ് നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. അങ്ങനെ തൽക്കാലം 1 2 3 4 എന്ന് അടിക്കുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് കൊടുക്കണമെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ അറ്റംപ്റ്റ്, അതായത് നമുക്കിവിടെ എത്ര തവണ അൺലോക്ക് ചെയ്യുമ്പോഴാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുകൂടി നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എത്ര അറ്റംപ്റ്റ് ചെയ്യണം, അതായത് നമുക്കിപ്പോൾ ഒരാൾ ഈ പാർട്ട് ലോക്ക് ചെയ്യുന്ന സമയത്ത് എത്ര അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ വരേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ തൽക്കാലം 1 കൊടുക്കുന്നത്. നമ്മളെ പാസ്വേഡ് നമ്മൾ മറക്കുമല്ലോ. നമ്മളെ ഫോട്ടോ വന്നോട്ടെ. മറ്റൊരാൾക്ക് നമുക്ക് ഒറ്റ തവണ അൺലോക്ക് ചെയ്യുമ്പോൾ തെറ്റായി അടിക്കുമ്പോൾ ഫോട്ടോ വരണം. ഇത്ര ചെയ്തതിന് ശേഷം ഈ കാണുന്ന ബട്ടന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക, എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് തെറ്റായ പാസ്വേഡ് എടുക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തൽക്കാലം ഈ അൺലോക്ക് ചെയ്യാൻ നോക്കുന്നു. അൺലോക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പാസ്വേഡ് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം. 1 2 3 4 ആണ്. പക്ഷേ ഞാൻ തെറ്റായി അടിക്കുന്നു. ഓക്കെ, ഞാൻ തെറ്റായി 1 2 3 പ്രാവശ്യം ഞാൻ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒറിജിനൽ പാസ്വേഡ് അടിച്ചു നോക്കാം. ഓക്കെ, 1 2 3 4 ആയിരുന്നു നമ്മൾ ഒറിജിനൽ പാസ്വേഡ്. ഇനി ആ ഫോട്ടോ ഉണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോട്ടോ എടുത്ത് തന്നു. നമുക്ക് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫോട്ടോ വന്ന് കാണാൻ സാധിക്കും. ഇതേ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ആരെടുത്താലും അവരുടെ ഫോട്ടോ ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് മൊബൈൽ വെക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. ജസ്റ്റ് അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്ത് നമ്മൾ ആ പാറ്റേൺ ലോക്ക് നമുക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് തെറ്റായി അടിക്കുന്ന സമയത്ത് അവരുടെ ഫോട്ടോ സഹിതം നമുക്ക് എടുത്ത് തരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ മൊബൈലിൽ മസ്റ്റായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. കാരണം നിങ്ങളുടെ ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം പല ആളുകൾക്കും ഇങ്ങനെ സ്വന്തം ഫോട്ടോസൊക്കെ മറ്റുള്ള ആളുകൾ കാണുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും, പ്രത്യേകിച്ച് ഫാമിലി ഫോട്ടോസൊക്കെ. അപ്പോൾ അവരൊക്കെ പിടിക്കാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഫ്രണ്ട്സ്, ബൈ.